നമസ്കാരം. മുൻമന്ത്രിയും MLA ഒക്കെ ആയ ഇടതുപക്ഷത്തിൻ്റെ KT ജലീലിൻ്റെ വാക്ക് വല്ലാതെ വൈറലാകുന്നുണ്ട്. ഒരു പ്രസംഗമാണ്, അത് കേൾക്കേണ്ടതുമാണ്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്ത ഹിന്ദു കുട്ടികൾ ധാർമ്മിക ബോധത്തിൽ എത്രയോ മുന്നിൽ. ഇപ്പോൾ MDMA കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ ഏറെയും ഈ മദ്രസകളിൽ പോയിട്ടുള്ളവർ. എവിടെയാണ് സമുദായത്തിന് പിഴയ്ക്കുന്നത്? വൈറലായി മാറുകയാണ്. മുൻമന്ത്രി കൂടിയായിട്ടുള്ള KT ജലീലിൻ്റെ ഈ വാക്കുകളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. MDMA അടക്കമുള്ള മാരക മരുന്നുകൾ, മയക്കുമരുന്നുകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് കേരളവും കേരള പോലീസും എക്സൈസും സ്കൂൾ കോളേജ് അധികൃതരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ലഹരിക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ ഈ സമയത്താണ് മുൻമന്ത്രിയും തവനൂറിൻ്റെ MLAയുമായിട്ടുള്ള ഡോക്ടർ KT ജലീൽ വളരെ ചില വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ലഹരി കേസുകളിൽ മദ്രസ വിദ്യാഭ്യാസം അടക്കം കിട്ടിയ മുസ്ലിങ്ങൾ പ്രതികളാവുന്നത് എന്നും യാതൊരു രീതിയിലുമുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്ത ഹിന്ദു സമുദായത്തിനുള്ള ധാർമ്മിക ബോധം, ആ ധാർമ്മിക ബോധം എന്തുകൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുമൊക്കെ ഡോക്ടർ KT ജലീൽ തുറന്നു ചോദിക്കുകയാണ്. ലഹരിക്കെതിരെ മതസംഘടനകളും മതനേതൃത്വവും കർശനമായിട്ടുള്ള നിലപാടെടുക്കണമെന്ന് കൂടി ജലീൽ ആവശ്യപ്പെടുന്നുണ്ട്. മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗമായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ ജലീൽ നടത്തിയ ഒരു പ്രസംഗമാണ് ഇത്തരത്തിൽ വൈറലായി മാറുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ മതനേതൃത്വം ഇടപെടണമെന്ന ജലീലിൻ്റെ ഒരു വാദമുണ്ടായിരുന്നു. അതും അന്ന് വിവാദമായതാണ്. മദ്രസ വിദ്യാഭ്യാസം ധാർമ്മികത ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം സമൂഹത്തിലുണ്ടാകുന്നുണ്ട്. ജലീലിൻ്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങളിൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന് അല്ലെങ്കിൽ കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരിൽ ഭൂരിഭാഗവും മദ്രസകളിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് ഈ മുസ്ലിങ്ങളല്ലേ എന്നാണ് KT ജലീൽ ചോദിക്കുന്നത്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല എന്ന്. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് ലഭിക്കുന്നില്ല എന്ന്. അപ്പോൾ അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നതല്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ അവർ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും ഈ മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് KT ജലീൽ ഉന്നയിക്കുന്നത്. ഞാനൊരു 10-12 വർഷക്കാലം കോളേജ് അധ്യാപകൻ ആയിരുന്നു എന്ന് കൂടി ജലീൽ പറയുന്നുണ്ട്. എനിക്കറിയാം, ഇവിടെ ആ അധ്യാപകന്മാർ ഉണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിൽ മുസ്ലിം കുട്ടികളാണോ? മുസ്ലിം കുട്ടികൾക്ക് ഇതൊക്കെ മതപാഠശാലകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരാണോ? ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളത് എന്ന് ഓർത്തു നോക്കുക. എന്തോ ഒരു തകരാറ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമ്മളെല്ലാവരും വേണ്ട വിധം പരിശോധിച്ച് അതിനെ നേരിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് കൂടി KT ജലീൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അത് അവർ വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാർ ആകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? പണം കെട്ടാൻ വേണ്ടി മാത്രമാണ്. സ്വർണം പണി കിട്ടാൻ വേണ്ടി നാം കൊണ്ടുവരുന്നു, പകരം ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നാം കടത്തുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന നിലയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നത് എന്നും വിശ്വസിക്കുന്നത് എന്നും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നു. വെള്ളിയാഴ്ച കുത്തുബുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്
ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും പണത്തോടുള്ള മോഹം ഇല്ലാതാക്കണമെന്നും അതുമാത്രമാണ് ഇതൊക്കെ തടയുവാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്നുകൂടി KT ജലീൽ പറയുന്നു. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ ശ്രമിക്കുക. ചെറുപ്പക്കാർക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. ആരെയും വിശ്വസിക്കും അവർ. കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, ആ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയലെന്ന് പറയപ്പെടുന്നതിനോട് ഒന്നും ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രതിഫലം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ ഇവർ പറയുന്നതിന് പുല്ലുവില കൽപ്പിക്കില്ല. അതായത് വയസ്സായ ആൾക്കാരുടെ ചിന്തകൾക്കപ്പുറമാണവർ. എല്ലാ വിഭാഗം ആളുകളും, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, താൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല എങ്കിൽ അതിൽ നിന്നും, പക്ഷേ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തെറ്റിൽ നിന്ന് നമ്മൾ സ്വയം അകന്നു നിൽക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ അത് നാം സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ പുതിയൊരു നല്ല തലമുറ ഉണ്ടാകൂ എന്ന് കൂടി KT ജലീൽ പറഞ്ഞു. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് ഈ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലും. ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് തനിക്കൊരു സംശയമുണ്ട് എന്ന് കൂടി KT ജലീൽ പറയുന്നു. ഞാൻ വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായ മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിലബസിൽ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ? അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വിസ്റ്റം പോലുള്ള സംഘടനകൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് KT ജലീൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. ജലീൽ പറഞ്ഞ ചില വാദഗതികളോട് യോജിച്ചു പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രസംഗം വൈറലായ സ്ഥിതിക്ക് ഇത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ മതവിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ലഹരി വ്യാപാരം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്ത കുട്ടികൾ, മറ്റ് മതത്തിലുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ചെന്ന് പെടാത്തത് എന്നുള്ള KT ജലീൽ എന്ന് പറയപ്പെടുന്ന പഴയ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കമുള്ള ആ ചോദ്യത്തിന് കാലിക സമൂഹത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ആ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നവർ, കാരിയർമാരാകുന്നവർ, അതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നവർ, അവരെയൊക്കെ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ, രീതികൾ, മദ്രസകളിൽ അവതരിപ്പിക്കുന്ന രീതികളൊക്കെ മാറ്റി കുട്ടികൾക്ക് ഇതിൻ്റെ വരുംപരായ്കൾ പറഞ്ഞു കൊടുക്കുകയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ഇനി ഈ പൊതുസമൂഹത്തിൻ്റെ ധാർമ്മികത എന്നുള്ളത് എന്ന് മനസ്സിലാക്കിയായിരിക്കണം മദ്രസ പഠനമടക്കം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്ന KT ജലീലിൻ്റെ വാദത്തോട് യോജിക്കേണ്ടതുണ്ട് ഈ സമൂഹവും ഒപ്പം മദ്രസകളും.